കേന്ദ്രമണ്ഡല പുനർനിർണയത്തിനെതിരെ പ്രതിഷേധവുമായി സംസ്ഥാനങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ സംയുക്ത കർമ്മസമിതി അല്പസമയത്തിനുള്ളിൽ യോഗം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര നീക്കം ഒരുമിച്ചു നിന്ന് ചെറുക്കണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ പറഞ്ഞു. അതേസമയം ഇന്ന് കരിദിനമായി ആചരിക്കുകയാണ് ബി.ജെ.പി. നമുക്ക് പ്രതികരണങ്ങൾ കേട്ടുവരാം. എ.പി. നദീറയുണ്ട് ചെന്നൈയിൽ നിന്നും തത്സമയം. Federal structure and the constitution of this country. Joining together is the beginning. Today, all of us will discuss that will be the progress, and working together will be the success. Leaders from Telangana, Punjab, Kerala, under the leadership of Mr. Stalin and Karnataka, we all have joined here. എ.പി. നദീറയുണ്ട് ചെന്നൈയിൽ നിന്നും. ഇപ്പോൾ ഈ യോഗം നടക്കുന്ന സംയുക്ത കർമ്മസമിതിയുടെ യോഗം നടക്കുന്ന ഹോട്ടലിന് മുന്നിലാണ് എ.പി. നദീറയും നമ്മുടെ വാർത്താ സംഘവും ഉള്ളത്. നദീറ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. സ്റ്റാലിൻ അടക്കം വന്നു ചേർന്നു. സംയുക്ത കർമ്മസമിതിയുടെ യോഗം തുടങ്ങിയോ? തീർച്ചയായും യോഗം തുടങ്ങി. അല്പം മുൻപാണ് സ്റ്റാലിൻ ഇതാ ഈ സമ്മേളന വേദി സജ്ജീകരിച്ചിരിക്കുന്ന ഹോട്ടലിലേക്ക് പോയത്. അതിനു മുമ്പ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും DMK നേതാവ് കനിമൊഴി MP-യും ഒക്കെ ഈ വേദിയിലേക്ക് പോയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളും ഒക്കെ തന്നെ ഈ യോഗത്തിലേക്ക് ഇന്നലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. എല്ലാവരുമുണ്ട്. രാവിലെ എത്തിയത് D.K. ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി മാത്രമാണ്. ബാക്കി എല്ലാവരും ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ എന്നിവരൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണയം ന്യായമായ രീതിയിൽ നടത്തുക എന്നതാണ്. അല്ലാതെ കേന്ദ്രത്തിന് തോന്നിയ പടി 2026 സെൻസസ് നോക്കിക്കൊണ്ടുള്ള ഈ മണ്ഡല പുനർനിർണയം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അത് ഫെഡറലിസത്തിന് എതിരാണ്. സംസ്ഥാന സർക്കാരുകളുടെ അധികാരം തട്ടിയെടുക്കാനും സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം പാർലമെന്റിൽ കുറക്കുക എന്നതൊക്കെ ലക്ഷ്യമിട്ട് BJP രഹസ്യമായി നടപ്പിലാക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് അതെന്നാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നത്. സ്റ്റാലിൻ്റെ ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള യോഗമാണ്. കേന്ദ്രത്തിനെതിരെ ഒരു സമരം നയിക്കാൻ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു. ആ മുഖ്യമന്ത്രിയുടെ പാത പിന്തുടർന്നുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ കൂട്ടം ഇവിടെ എത്തിയിരിക്കുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ മണ്ഡലങ്ങൾ കുറഞ്ഞു പോകുന്ന രീതിയോട് ഒരിക്കലും സംസ്ഥാനം കേരളത്തിന് യോജിക്കാനാവില്ല. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പിലാക്കുകയും കേന്ദ്ര നയമൊക്കെ കൃത്യമായി പാലിച്ചതിൻ്റെ ഫലമായി തങ്ങളെ ശിക്ഷിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാന നിലപാടാണ് ഈ 7 സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവർക്കുമുള്ളത്. അവരും ഇത് മണ്ഡല പുനർനിർണയം നടപ്പിലാകുകയാണെങ്കിൽ ഒരുപാട് മണ്ഡലങ്ങൾ അവർക്ക് നഷ്ടമാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ ലോക്സഭയിൽ പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്ന സ്ഥിതിയുണ്ടാകും. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരുടെ ശബ്ദം പാർലമെൻറ്റിൽ മുഴങ്ങുന്നതിൻ്റെ രൂപം മാറും, അതിൻ്റെ പരിധി കുറയും. അപ്പോൾ കേന്ദ്ര സർക്കാരിന് തോന്നും പോലെ നിയമങ്ങൾ പാസാക്കിയെടുക്കാനും ഭരണം നിർവഹിക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ന്യായമായ രീതിയിൽ ഒരു മണ്ഡല പുനർനിർണയത്തെ ആരും എതിർക്കുന്നില്ല. മണ്ഡല പുനർനിർണയം വേണം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന അതിന് ന്യായമായ രീതിയിൽ അത് 2 ഭാഗത്തും, അത് നോർത്ത് ആയാലും സൗത്ത് ആയാലും ഒരുപോലെ പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിൽ, ന്യായമായ രീതിയിൽ നീതിയുക്തമായി തന്നെ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഈ സംയുക്ത കർമ്മസമിതിക്ക് രൂപം നൽകാൻ പോകുകയാണ്. ഈ സംയുക്ത കർമ്മസമിതിയാണ് ഇനി അങ്ങോട്ടുള്ള ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തെ എങ്ങനെ നടത്തണമെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. അതിനെ സ്റ്റാലിൻ നയിക്കും. ഈ സമിതിക്കൊരു അധ്യക്ഷനുണ്ടാകും, അതിനെ തീരുമാനിക്കും. സമിതിയുടെ കർമ്മ പരിപാടികൾ എന്തൊക്കെ, വരും ദിവസങ്ങളിലെ അല്ലെങ്കിൽ വർഷങ്ങളിലെ പ്രതിഷേധ പരിപാടികൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിലുണ്ടാവും. കൂടാതെ ത്രിഭാഷാ നയം, അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ എങ്ങനെ പൊരുതണം, തമിഴ്നാട് അതിനെതിരെ പൊരുതുന്നുണ്ട്, അതിനെതിരെ എങ്ങനെ പൊരുതണമെന്ന് മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാനും സ്റ്റാലിൻ ശ്രമിക്കുമെന്നാണ് അറിയുന്നത്. 12:30 യോഗം സമാപിച്ച് സ്റ്റാലിൻ മറ്റു മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും മറ്റ് പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ചേർന്ന് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും യോഗസ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ അറിയുക. ഒരു കാര്യം കൂടി നദീറ, ഇന്നിപ്പോൾ ഇതിനെതിരെ BJP അവിടെ കരിദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ ഈ ഹോട്ടലിന് മുന്നിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ അണ്ണാമലൈ ആ സ്ഥലത്ത് എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടോ?
ഇവിടത്തേക്ക് അണ്ണാമലയോ BJP പ്രവർത്തകരോ ഒന്നും എത്താനുള്ള സാധ്യതയില്ല. കാരണം അത്രയും വലിയ പോലീസ് വിന്യാസം ഇതിൻ്റെ ചുറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ പ്രതിഷേധിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ BJP പറഞ്ഞത് മിന്നൽ സമരമായിരിക്കും, ഞങ്ങൾ തീയതിയോ സമയമോ ഒന്നും പ്രഖ്യാപിക്കാതെ മിന്നൽ സമരം നടത്തുമെന്നാണ്. അത് ഏത് രൂപത്തിലും എവിടെയും പ്രത്യക്ഷപ്പെടാം എന്നതുകൊണ്ട് തന്നെ ഈ ഗിണ്ടി ഭാഗത്തും അതുപോലെ തന്നെ ചെന്നൈയിലുടനീളവും സുരക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് തമിഴ്നാട് സർക്കാരിൻ്റെ ചുമതലയാണ്. അതുകൂടെ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ BJP പ്രവർത്തകർ പലയിടങ്ങളിലായി പ്രതിഷേധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ വീടുകളിൽ കറുത്ത തുണി കെട്ടിയിട്ടുണ്ട്, പതാക ഉയർത്തിയിട്ടുണ്ട്, അവർ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. BJP നേതാവും മുൻ ഗവർണറുമായിരുന്ന തമിളിസൈ സൗന്ദരരാജന്റെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. അവർ പറയുന്നത് ഇത് സ്റ്റാലിൻ്റെ ഇരട്ടത്താപ്പാണ്. ഇങ്ങനെയൊരു മണ്ഡല പുനർനിർണയം ഒന്നുമായി ആരും BJPയോ കേന്ദ്ര നേതൃത്വം ഒന്നും മുന്നോട്ട് പോകുന്നില്ല. സ്റ്റാലിൻ വെറുതെ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ ആളെ കൂട്ടി സാങ്കല്പിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ തമിഴ്നാട്ടിൽ ഏറെ ശക്തമായി BJP ഉന്നയിക്കുന്ന മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, 1000 കോടി രൂപയുടെ അഴിമതിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനുള്ള സ്റ്റാലിൻ്റെ തന്ത്രമാണ്. ഈ ഒരു ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി സൗത്ത് ഇന്ത്യ മുഴുവനുള്ളവരുടെയൊക്കെ പിന്തുണ നേടിക്കൊണ്ട് തുടർഭരണം ലക്ഷ്യമിട്ടാണ് സ്റ്റാലിൻ ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അതൊന്നും നടപ്പിലാകില്ല എന്നാണ് BJP പറയുന്നത്. ശരി നദീറ, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് മടങ്ങി വരാം. എന്തായാലും നദീറ അവിടെ തുടരുക.